നമസ്കാരം. ആരാണ് മഹാബലി? ഈ ചോദ്യത്തിനുത്തരം മഹാബലി ഒരു അസുര രാജാവായിരുന്നു എന്നതാണ്. എന്നാൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മഹാവിഷ്ണുവിനാൽ ചതിക്കപ്പെട്ട ഒരു രാജാവായിരുന്നു മഹാബലി. ത്രേതായുഗത്തിൽ അസുരകുലത്തിലാണ് മഹാബലി ജനിച്ചത്. പ്രഹ്ലാദന്റെ ചെറുമകനും വീരോചനന്റെയും ദേവാംബയുടെയും പുത്രനുമായ മഹാബലി അസുരകുലത്തിന്റെ നേതാവായിരുന്നു. കഠിനമായ തപസ്സിലൂടെ അദ്ദേഹം വിസ്മയകരമായ ശക്തികൾ സമ്പാദിക്കുകയും 3 ലോകങ്ങളുടെയും രാജാവായി മാറുകയും ചെയ്തു. ദയാലുവും പ്രജകളുടെ സുഖത്തിനും ക്ഷേമത്തിനും പ്രാധാന്യം കൊടുത്തിരുന്നതുമായ രാജാവായിരുന്നു മഹാബലി. പ്രയാസങ്ങളും ദാരിദ്ര്യവുമില്ലാതെ മഹാബലിയുടെ പ്രജകൾ അനന്തമായ ഉല്ലാസത്തിൽ മുഴുകി ജീവിച്ചു. പിതാമഹനായ പ്രഹ്ലാദനെ പോലെ മഹാബലിയും വിഷ്ണു ഭക്തനായിരുന്നു. സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും സുവർണകാലമായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലം. എന്നാൽ മഹാബലിയുടെ ഈ ഭരണത്തിൽ അസൂയാലുവായ ദേവേന്ദ്രൻ തന്റെ നഷ്ടപ്പെട്ട സ്വർഗലോകം തിരികെ ലഭിക്കുന്നതിനു വേണ്ടി മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിച്ചു. സുഖലോലുപനും അലസനും അസൂയാലുവുമായിരുന്ന ദേവേന്ദ്രന്റെ നിരന്തരമായ അഭ്യർത്ഥന മൂലം ഇന്ദ്രനെ സഹായിക്കാമെന്ന് മഹാവിഷ്ണു വാക്കുകൊടുത്തു. കടുത്ത വിഷ്ണുഭക്തനായിരുന്നിട്ടും വിഷ്ണുവിന്റെ ദർശനം ലഭിക്കാത്തതിൽ അതീവ ദുഃഖിതനായിരുന്നു മഹാബലി. 3 ലോകങ്ങളുടെയും രാജാവായിരുന്നിട്ടും അസംതൃപ്തനായിരുന്ന അദ്ദേഹം സ്വത്തുക്കളെല്ലാം ദാനം നൽകാൻ തീരുമാനിച്ചു. അതിനായി ഒരു യാഗം നടത്തി. മഹാബലിയുടെ ഈ മഹത്തായ ത്യാഗത്തിന് സാക്ഷ്യം വഹിക്കാനും അദ്ദേഹത്തിന്റെ ദാനം സ്വീകരിക്കാനും ദൂരെ നിന്നുപോലും ആളുകൾ വന്നെത്തി. യാഗത്തിനു ശേഷം ധാരാളം പശുക്കളും ഭൂമിയും സ്വർണവും ആഭരണങ്ങളും ദാനം ചെയ്യപ്പെട്ടു. അസാധാരണമാംവിധം ഉയരം കുറഞ്ഞ ഒരു യുവ ബ്രാഹ്മണനായിരുന്നു അവസാനം ദാനം സ്വീകരിക്കാനെത്തിയത്. വാമനൻ എന്നാണ് ആ യുവ ബ്രാഹ്മണനെ വിളിച്ചിരുന്നത്. പനയോല കൊണ്ടുണ്ടാക്കിയ കുടയും ചൂടിയായിരുന്നു വാമനന്റെ വരവ്. ദാനമായി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന മഹാബലിയുടെ ചോദ്യത്തിന് എനിക്ക് 3 അടി മണ്ണ് മതി എന്നായിരുന്നു വാമനന്റെ മറുപടി. വാമനന്റെ ദുരുദ്ദേശം മനസ്സിലാക്കിയ മഹാബലിയുടെ ഗുരുവായ ശുക്രാചാര്യർ മഹാബലിയോട് ഇത് വേഷം മാറിയ വിഷ്ണുവാണ്, മഹാബലിയെ ചതിക്കുന്നതിനായിട്ടാണ് വിഷ്ണു വാമനന്റെ വേഷത്തിൽ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ തന്റെ പ്രതിജ്ഞ നിറവേറ്റുന്നതിൽ നിന്ന് തന്നെ തടയരുതെന്ന് മഹാബലി ഗുരുവിനോട് അപേക്ഷിച്ചു. എന്നിട്ട് വാമനനോടായി, ഞാൻ ഒരു അതിഥിയെ കാണുന്നത് മഹാവിഷ്ണുവിനെ പോലെയാണ്, നിങ്ങളുടെ ഭൂമി അളന്നെടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞു. പെട്ടെന്ന് വാമനൻ അസാധാരണമാംവിധം വളർന്നു. ആദ്യ കാൽവയ്പിൽ ഭൂമിയും 2ാമത്തെ കാൽവയ്പിൽ ആകാശവും അളന്നു. 3ാമത്തെ ചുവട് വയ്ക്കാൻ എവിടെയാണ് സ്ഥലം എന്ന് വാമനൻ മഹാബലി ചക്രവർത്തിയോട് ചോദിച്ചു. വാഗ്ദാനം പാലിക്കാൻ 3ാമത്തെ ചുവട് തന്റെ തലയിൽ വയ്ക്കാൻ ചക്രവർത്തി ആവശ്യപ്പെട്ടു. തുടർന്ന് മഹാവിഷ്ണു മഹാബലിക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. രാജാവിന്റെ ഭക്തിയിൽ സംപ്രീതനായ മഹാവിഷ്ണു മഹാബലിയെ അനുഗ്രഹിക്കുകയും വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ സന്ദർശിക്കാൻ അനുവാദം നൽകുകയും ചെയ്തു. മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയെന്ന് കരുതപ്പെടുന്ന സ്ഥലത്തിന് ത്രികാലക്കര എന്ന പേര് ലഭിച്ചു. അത് പിന്നീട് തൃക്കാക്കര എന്നായി മാറി. ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലാണ് ഈ സംഭവം നടന്നതെന്ന് പറയപ്പെടുന്നു. മഹാബലി ചക്രവർത്തി പ്രജകളെ കാണാനെത്തുന്ന ഈ ദിവസമാണ് സമൃദ്ധിയുടെ ഉത്സവമായ ഓണമായി നമ്മൾ ആഘോഷിക്കുന്നത്.